ഹലോ ഗായ്സ്, ഇന്ന് എനിക്ക് ബോറടിച്ചപ്പോൾ എത്ര മണിയായി നിങ്ങൾക്കറിയാമോ? 11 മണി. എനിക്ക് ഉറക്കം എന്ന് പറയുന്ന സാധനം വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്തൊരു ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിക്കാൻ, പടം വരയ്ക്കാൻ നേരത്തെ. അപ്പം ഞാൻ ഒരു പടം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വരയ്ക്കണമെന്നുണ്ട്, പക്ഷെ ഇതുവരെ വരച്ചിട്ടൊന്നുമില്ല. അപ്പം അതൊന്ന് വരച്ച് നോക്കാവേ. ഫസ്റ്റ് സ്കെയിൽ വേണം കേട്ടോ. സ്കെയിൽ നമുക്ക് ആവശ്യമുണ്ട്. സ്കെയിൽ വെച്ച് ഇത്ര ഒരു വരയൊന്ന് വരച്ച് നോക്കാം. നമുക്ക് പകുതി ഹാഫ് മാത്രമേ വരയ്ക്കാൻ കേട്ടോ. വലിയ വരയൊന്നും വരയ്ക്കാം. നിങ്ങൾക്ക് വലുത് ആണെങ്കിൽ വരയ്ക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും 2 വര ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 2 വര ഇവിടെ കൊടുത്തിട്ടുണ്ട് വരച്ച്. ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുകളിലത്തെ ഭാഗം കൊണ്ട് നിങ്ങളെ കൂടി കാണിച്ചു തരാൻ കേട്ടു. തിരിച്ചു വയ്ക്കാം. തിരിച്ചു വയ്ക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ? ഇനിയിപ്പോൾ എന്തോ ചെയ്യും കാശ്. ഒരു ഐഡിയുണ്ട്. നീളത്തിലുള്ള എന്തെങ്കിലും എടുക്കാം. തിരി കിട്ടാനാ നിങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ഇരുട്ടാട്ട. അടുക്കളയിലാണ് വന്നിരിക്കുന്നത്. അത് ഇരുട്ടിൽ റെഡിയാവുന്നില്ല. ഒരു ഗ്ലാസ്സാണ് എടുത്ത് പൊക്കാൻ വേണ്ടേ? പൊക്കത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഗ്ലാസ് കിട്ടി. ഗ്ലാസും കിട്ടി. അതിന് ശേഷം നമുക്ക് പടം വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനൊരു വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വര. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ കർവ് വേണമെങ്കിൽ വരച്ചു കൊടുക്കാവേ. ഞാൻ ഇങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നത്. സൈഡിലൊന്ന് തെറ്റിയിട്ടുണ്ട്, അപ്പം വരച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ താഴത്തെ എവിടെയാണ് വരയ്ക്കുന്നത്. അപ്പം അതിനായിട്ട് സ്കെയിൽ എടുത്തിട്ടുണ്ട്. ഇഞ്ച് വെച്ച് വരയ്ക്കാം. അപ്പം അവിടെ വരച്ചു കൊടുത്തു. അതുപോലെ തന്നെ കർവ് നമുക്ക് വീണ്ടും വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വരച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് ഒരു വട്ടത്തിൽ ഒരു കണ്ണ് വരച്ചു കൊടുക്കാം. ഞാൻ വരയ്ക്കുന്നുണ്ടോയെന്ന് അവസാനം പറഞ്ഞു തരാവേ. ചിലപ്പോൾ കണ്ണൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ചോക്ലേറ്റ് ഏതാണെന്ന് മനസ്സിലായി കാണില്ല. എന്ന് വെച്ചാൽ ഡാർക്ക് വരാനായിട്ട് ഡാർക്ക് പെൻസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആവശ്യമില്ല. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഡാർക്ക് ഇച്ചിരി കടുപ്പിച്ച് വരണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡാർക്ക് പെൻസിൽ എടുത്തേ. ഇതാകുമ്പോൾ ഇച്ചിരി ഡാർക്കായിട്ട് ഇരിക്കുകയും ചെയ്യും.
ഇച്ചിരി താമസം എടുക്കുന്നുണ്ട് കേട്ടോ, പിന്നെ പെട്ടെന്ന് അടിക്കാം. അങ്ങനെ അതും അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൻ്റെ സൈഡിലായിട്ട് രണ്ടൊരു ഇതിട്ട് കൊടുക്കാം. കണ്ടതുണ്ടോ? അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ഇതുപോലെ ഒരു കണ്ണ് വരയിക്കാം. രണ്ടും ഒരേ സൈസിൽ കിട്ടുന്നില്ല ഗായ്സ്. ഒരേ സൈസ് കിട്ടിയില്ല, വരയ്ക്കായിരുന്നു. അയ്യോ, നിങ്ങൾക്ക് കാണുന്നില്ലല്ലേ? എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എന്നെ അടുപ്പിച്ച് തെറിപ്പിച്ച് വിടണം കേട്ടോ. ആരൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു അവർക്കൊക്കെ ഞാൻ ഒരു ഗിവ് അവേ കൊടുക്കാം. പക്ഷെ ആരും എൻ്റെ യൂട്യൂബ് ചാനൽ കുറച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. എല്ലാവരും എനിക്ക് 1.9K വ്യൂസ് ആക്കി തരാം. അല്ല, ലൈക്ക് ആക്കി, അല്ല, സബ്സ്ക്രൈബ് ആക്കി തരാം കേട്ടോ. മഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ വായാണേ, ചെറിയൊരു വായാണ് ഞാൻ വരച്ചു കൊടുത്തത്. ഇങ്ങനെന്ന് വെച്ചാൽ നമ്മൾ എസ് ഇവിടോട്ട് വരച്ചു. ഫുള്ളായിട്ട് കണ്ടോ നിങ്ങൾക്ക്? പേസ് ഞാൻ വരച്ചു കൊടുക്കുവാണ് ഇവിടെ. ഇവിടെ ഒരു ഹാർട്ട് വരച്ചു കൊടുക്കാം നമുക്ക്. ഇവിടെ ഒരു ഹാർട്ട് വരച്ചു കൊടുക്കാം. ഇവിടെ ഒരു ഹാർട്ട് വരച്ചു കൊടുക്കാം. ഇപ്പം ഇവിടെ 4 ഹാർട്ടാണ് ഞാൻ വരച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് 2, 3, 4 ഹാർട്ട് വയ്ക്കണം. ഒരു 2 ഹാർട്ട് മതി കേട്ടോ. ഒരു 3 എണ്ണം കൊടുക്കുന്നത്. 3 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ബോറാവും. അപ്പം ഇത്ര ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ലൈന് കറക്റ്റായിട്ട് വന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ നല്ല തെളിഞ്ഞ് വന്നിട്ടില്ല. അപ്പം അതിനായിട്ട് ഞാൻ ഡാർക്ക് പെൻസിൽ എടുത്തിട്ട് കറുപ്പിച്ചങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ വരച്ചു കൊടുക്കാം നമുക്ക്. അതിനുശേഷം കർവ് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ അവിടെ വെച്ച് വരച്ച അതേ കർവ് തന്നെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു ലൈൻ വരച്ചിട്ടില്ലായിരുന്നു, അങ്ങോട്ട്. ഇനി നമ്മൾ ഈ ലൈൻ മുകളിലോട്ട് നോക്കട്ടെ. ഇനി അവിടെ നമ്മളിവിടെ മുകളിലൊരു കർവുണ്ടായിരുന്നില്ല, അതൊന്ന് വരച്ചു കൊടുക്കാം. മുകളിലത്തെ കർവ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയെന്ന് വെച്ചാൽ നമ്മുടെ കളറാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന. എല്ലാവർക്കും ഇപ്പം മനസ്സിലായി കാണും. എന്തരാ അപ്പം ഞാൻ സിൽക്കിന് കളർ അടിച്ചു കൊടുക്കുവാണ്. ഞാൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി അടുത്തത് വയലറ്റ് കളറാണ് ഞാൻ കൊടുക്കുന്നത്. വയലറ്റ് കളർ അടിക്കുമ്പോൾ സൂക്ഷിച്ചടിക്കണേ. ഇവിടെ ഡാർക്ക് പെൻസിൽ വെച്ചിട്ടാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ സൂക്ഷിച്ച് അടിക്കണം ഗൈസ്. ഒടിഞ്ഞു പോയി. അമ്മക്ക് ഇത് പിച്ചെടുക്കാം. അപ്പം നമ്മൾ പിച്ചെടുത്തിട്ടുണ്ട്. നിൻ്റെ തൊലി ഉരിച്ചും കളയാം. മുണ്ട് തുണിയൊന്നും വേണ്ടല്ലേ. തൊലി ഉരിച്ച് കളഞ്ഞിട്ടുണ്ട്. പൊടിഞ്ഞു പോയി. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കളറൂടെ കൊടുക്കാം. അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കണ്ണിൻ്റെ അവിടെ ഡാർക്ക് പെൻസിൽ വെച്ച് വരച്ചേക്കുന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ അവിടെ സൂക്ഷിച്ച് വരയ്ക്കണം. എന്താ കറുപ്പ് കളറാവും കേട്ടോ. ഇപ്പം ഇവിടേക്ക് കുറച്ച് കളറുകൾ അടിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് സ്കെച്ച് പെൻ യൂസ് ചെയ്യണം കേട്ടോ. സ്കെച്ച് അതാണ് നല്ലത്. ഞാൻ ക്രയോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് പഞ്ഞിലായിട്ടിരിക്കും. ക്രയോൺ യൂസ് ചെയ്താൽ ഒരു ഫിനിഷ് കാണൂല. അപ്പം ഏറ്റവും നല്ലത് തൂച്ചാൽ നമ്മൾ സ്കെച്ച് വെച്ചായിരിക്കുന്നതാണ് നല്ലത്. ക്രയോൺ വെച്ച് വരച്ച് കഴിഞ്ഞാൽ ഒരു രസം കാണൂല. ഇച്ചിരി ലോങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീഡപ്പ് ചെയ്ത് കാണാം കേട്ടോ. എൻ്റെ കസിനാണെങ്കിൽ എൻ്റെ കസിൻ എന്ന് പറയുമ്പോൾ സാലു വ്ലോഗ്. അവൾക്ക് ജേണൽ ബുക്കുണ്ട്. എനിക്കിതുപോലെ ജേണലൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പം നിങ്ങളാരെങ്കിലും കമൻ്റ് ഇട്. ജേണൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ പറ, ഞാൻ ജേണൽ ചെയ്യണോ വേണ്ടേന്ന്. പറയാം. നിങ്ങൾ പറഞ്ഞാൽ മതി. കമൻ്റ് ഇട്ട് പറഞ്ഞാൽ കേട്ടോ. ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്തുതരാം, ചെയ്യേണ്ടെന്നുള്ളവർക്ക് ചെയ്യുന്നില്ല. കൂടുതൽ ചെയ്യണ്ടെന്നാണെങ്കിൽ കൂടുതൽ ചെയ്യുന്നില്ല. ഞാനല്ലേ കൂടുതൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാം. ഇനി മുകളിൽ ഇവിടെയാണ് നമുക്ക് അടിക്കാനുള്ളത്. ഇപ്പം ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഇനിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റെഡ് കൊടുക്കണമെങ്കിൽ ഹാർട്ടിന് റെഡ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. റെഡ് കൊടുക്കണ്ടെങ്കിൽ പിങ്ക് കൊടുക്കണമെങ്കിൽ പിങ്ക് കൊടുക്കാം നിങ്ങൾക്ക്. ഞാൻ ഇപ്പം റെഡാണ് കൊടുക്കുന്നത്. താഴെ